അൻവറിന്റെ നീക്കത്തിനു പിന്നിൽ SDPIയും ജമായത്തെ ഇസ്ലാമിയും അടക്കമുള്ള മത മൌലികവാദ സംഘടനകളെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഇവിടെ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് മോഹൻദാസ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് പഠിക്കുന്ന കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളാണ്. മലപ്പുറം പ്രദേശത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ അംഗീകാരമാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്ക് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഏറ്റവും വിട്ടുവീഴ്ച കൂടാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് വർഗീയ ശക്തികളായിട്ട് RSS, BJP. കോൺഗ്രസിനോടൊക്കെ വിരോധവും വ്യത്യസ്ത അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നേക്കാൾ രൂക്ഷമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതും അതുപോലെ തന്നെ RSS, BJPക്ക് ഇന്ത്യ രാജ്യത്ത് വെച്ചു പഠിപ്പിക്കാൻ പറ്റാത്ത ശക്തികളാണ് എന്ന് അവർ മുദ്ര കുത്തിയിട്ടതും CPM-നെ സംബന്ധിച്ചാണ്. നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. CPIM മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. CPIM നേതാക്കളെ വർഗീയവാദികളായി ചിത്രീകരിക്കാനുള്ള PT ഇവന്റിന്റെ ശ്രമം വിലപ്പോകില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി. നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജീവത്യാഗം ചെയ്തവരുടെ CPIM RSSന് ഹിന്ദുത്വ പ്രത്യയയുടെ പ്രസ്ഥാനം ഏൽപ്പിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പൊരുതിയത് CPM ആണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢനീക്കമാണ് അൻവർ നടത്തുന്നത്. ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾപ്പെടെ സംഘടനകളാണെന്നും അൻവറിന്റെ പൊതുയോഗം വിജയിപ്പിക്കുന്നതിന് അത്തരം സംഘടനകളാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വർഗീയത പറയാനാണ് അൻവർ ശ്രമിക്കുന്നത്. നിലമ്പൂർ മേഖലയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പാർട്ടിക്ക് എതിരാക്കാനുള്ള ബുദ്ധിയാണ് വില കുറഞ്ഞ ആരോപണത്തിന് പിന്നിൽ. നിലമ്പൂരിൽ തന്നെ തോൽപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി ശ്രമിച്ചെന്ന ആരോപണം അങ്ങേയറ്റം ബാലിശമാണ്. രണ്ട് തെരഞ്ഞെടുപ്പിലും അൻവറിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചാലാണ് ജില്ലാ സെക്രട്ടറി. നിലമ്പൂരിലെ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഒന്നിച്ചെന്നുകൊണ്ടാണ് രണ്ടു തവണയും അൻവറിന് ജയിക്കാനായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.